ഹായ്. അപ്പോൾ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ചിക്കന് വറക്കാനായിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, വിനാഗിരിയൊക്കെ ചേർത്തിട്ടാണ് മസാല പുരട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ആ മസാല പുരട്ടി വെച്ച ചിക്കന് ഞാൻ എന്താ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നിട്ടത്, എന്നിട്ടാണ് ഇപ്പോൾ വറക്കാനായിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു ചിക്കന്. അതിലേക്ക് വേണ്ട സവാള, തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കറി വെക്കാനായിട്ട് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാളയിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് പൊടിയുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേഗം പാടി വരാനായിട്ട്. അപ്പോൾ നേരത്തെ വറക്കാനായിട്ട് വെച്ച ചിക്കനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ സവാള ഇവിടെ വാടിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സവാള വാടി വന്നപ്പോൾ തക്കാളി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ഞാൻ നേരത്തെ തന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ചിക്കനും കൂടെ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ചിക്കനത്തെ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അത് തുറന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ചിക്കനത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് വീണ്ടും മൂടി വെച്ചു. അപ്പോൾ ഒരു ട്രിപ്പ് നമ്മുടെ ചിക്കൻ വറക്കൽ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 2ാം ട്രിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് കോരി മാറ്റിട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡിയായപ്പോൾ ശ്രീകുട്ടിയും മാട്ടിയും കൂടെ ഓരോരോ പീസ് കഴിച്ച് നോക്കാണ് കേട്ടോ. അപ്പോൾ മാട്ടി എന്നോട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും നന്നായി മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഏട്ടൻ പൊറോട്ട വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. പിന്നെ ചോറുണ്ട്, പിന്നെ സാമ്പാർ, ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.